വൺ റാങ്ക് വൺ പെൻഷൻ എന്ന ആശയത്തെ പ്രൊമോട്ട് ചെയ്യുന്ന നിരവധി വീഡിയോകളും ക്യാമ്പയിനുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തൊരു രീതി അനുസരിച്ച് ഒരേപോലത്തെ ജോലി ഒന്നിലധികം പേർക്ക് കൊടുത്താൽ ഒരു ഗ്രൂപ്പാണ് ചെയ്യുന്നതെങ്കിൽ ആ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഒരേ വേതനം തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരു വീട് പെയിന്റ് അടിക്കാൻ ഒരു ടീമിനെ ഏൽപ്പിച്ചു. അപ്പോൾ അവർ വരുമ്പോൾ ചിലപ്പോൾ അവരിൽ സ്കിൽഡ് ലേബേഴ്സ് ഉണ്ടാവും, ഹെൽപ്പേഴ്സ് ഉണ്ടാവും, അതുപോലെ പണി കുറച്ചറിയാവുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ചിലപ്പോൾ ചില ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടാവും, വ്യത്യസ്ത രീതിയിലുള്ള വേതനങ്ങളായിരിക്കും. പക്ഷേ ഭാരതീയ ന്യായസംഹിതയിൽ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെട്ടാൽ ആ ഗ്രൂപ്പ് ചെയ്യുന്ന കുറ്റകൃത്യത്തിന് കിട്ടുന്ന പണിഷ്മെന്റ് എല്ലാവർക്കും തുല്യമായി കൊടുക്കുന്ന, അത് ഇപ്പം എല്ലാവരും ആ കുറ്റകൃത്യം ചെയ്തോളണമെന്നില്ല, ആ ടീമിലുണ്ടായാൽ മതി. അപ്പം യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാവർക്കും തുല്യമായി പണി കൊടുക്കുന്നൊരു വകുപ്പുണ്ട്. അതാണ് സെക്ഷൻ 70. അതായത് ഗ്യാങ് റേപ്പ് അഥവാ കൂട്ടബലാത്സംഗം. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഒരു സ്ത്രീയെ ഒന്നിലധികം പേർ ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റം കോടതിയിൽ തെളിഞ്ഞാൽ ഓരോരുത്തർക്കും, ടീമിൽ ഉൾപ്പെട്ട ഓരോരുത്തർക്കും ഏറ്റവും കുറഞ്ഞത് 20 വർഷം കഠിന തടവ് കിട്ടും. അത് ചിലപ്പോൾ അങ്ങോട്ട് മരണം വരെ ജീവപര്യന്തം ആകാം, അതോടൊപ്പം ഫൈനും ഉണ്ടാകും. ഇനി ആ കുട്ടിയുടെ പ്രായം 18 വയസ്സിൽ താഴെയാണെങ്കിൽ ഡെത്ത് പെനാൽറ്റി വരെ കിട്ടും. അപ്പോൾ ഈ കുറ്റകൃത്യത്തിന് വേറൊരു സംഭവം കൂടി ഉണ്ട്. പുറത്ത് വെച്ച് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഒന്നുമില്ല ഇതിനകത്ത്. ഇത് വിചാരണ നടത്തുന്നത് സെഷൻസ് കോർട്ടാണ്, ജില്ലാ കോടതിയാണ്. ഇന്ന് ഞാൻ ഈ വിഷയം സംസാരിക്കാൻ കാരണം ഇന്നലെ വന്നൊരു സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ആണ്. ഇന്നലെ സുപ്രീം കോർട്ട് വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഗ്യാങ് റേപ്പിൽ ഒരാളാണ് റേപ്പ് ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും അതിലുൾപ്പെട്ട മുഴുവൻ പേർക്കും ഒരേ ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ്. ഇന്നലെ ഒരാൾ സുപ്രീം കോടതിയെ സമീപിച്ചത് താൻ ആ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല, കുറ്റവാളികളെ സഹായിച്ചു എന്ന ഒരു കുറ്റം മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ, തൻ്റെ പേര് FIR-ലില്ല, പിന്നീട് പോലീസ് കൂട്ടിച്ചേർത്തതാണ്, അതുകൊണ്ട് തന്നെ ഈ കടുത്ത ശിക്ഷാവിധികളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞു, ഇനി ഈ ഗ്രൂപ്പിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായാൽ മതി, ജോയിന്റ് ക്രിമിനൽ ലയബിലിറ്റിന്ന് ആ ഗ്രൂപ്പിലെ മുഴുവൻ പേർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാണ്.